പ്രൈസ് ലോർഡ്. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. തിരക്കേറിയ ജീവിതത്തിൻ്റെ മധ്യത്തിൽ അല്പസമയം മാറിയിരുന്ന് അവൻ്റെ തൃപ്പാദപീഠത്തിലിരുന്ന് നല്ല അംശം തിരഞ്ഞെടുപ്പാൻ്റെ ഗുണം കർത്താവ് നമ്മെ സഹായിക്കുന്ന നിർവയ്ക്കായിട്ട് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞാൻ എൻ്റെ സ്നേഹവന്ദനം അറിയിക്കുന്നു. നമ്മെ സ്വസ്ഥതയുള്ള വെള്ളത്തിനരിയത്തേക്ക് നടത്തുന്ന ഒരു ദൈവം, ജീവിതത്തിൽ സ്വസ്ഥതയും സമാധാനവും റെസ്റ്റും തരുന്ന ഒരു നല്ല ദൈവം നമുക്കുണ്ട്. അതിനെക്കുറിച്ച് തിരുവചനം നമ്മെ നന്നായി പ്രബോധിപ്പിക്കുന്നുണ്ട്. തിരുവചനത്തിൽ കൂടി നമ്മൾ നോക്കുമ്പോൾ, പ്രാർത്ഥനയിൽ കൂടി നാം ദൈവസന്നിധിയിലായിരിക്കുമ്പോൾ എങ്ങനെ മിണ്ടാതിരിക്കണമെന്ന്, ഹൗ ടു എംബ്രേസ് സ്റ്റിൽനെസ്, മിണ്ടാതിരുന്ന് ദൈവമെന്ന് അറിഞ്ഞുകൊള്ളുക എന്ന് വചനം പറയുന്നുണ്ടല്ലോ. നമ്മുടെ ഭയങ്ങളിൽ നിന്നൊക്കെ നമുക്ക് വിടുതൽ പ്രാപിപ്പാൻ ദൈവമേ നമ്മെ സഹായിക്കത്തുള്ളൂ. ദൈവത്തിൻ്റെ പ്രൊവിഷൻസ് എത്ര വലുതാണ്, അതിലൊന്ന് ആശ്രയിപ്പാൻ ദൈവപൈതലെ നമുക്ക് കഴിയണം. നമുക്ക് ഒരു ബ്രാൻഡ് ന്യൂ ഇയറിലേക്ക് പ്രവേശിപ്പാൻ തക്കവണ്ണം കർത്താവ് നിങ്ങളെ ഓരോരുത്തരെയും സഹായിക്കട്ടെ. അതുകൊണ്ട് ഇന്ന് അല്പനേരത്തെ ചിന്തയ്ക്കായിട്ട് 23-ാം സങ്കീർത്തനം അതിൻ്റെ 1-2 വാക്യങ്ങൾ, Psalms 23 verses 1 and 2. യഹോവ എൻ്റെ ഇടയനാകുന്നു, എനിക്ക് മുട്ടുണ്ടാകുകയില്ല. പച്ചയായ പുറങ്ങളിൽ അവനെ കിടത്തുന്നു, സ്വസ്ഥതയുള്ള വെള്ളത്തിനരികത്തേക്ക് എന്നെ നടത്തുന്നു. ദാവീദ് ഒരിക്കൽ ഒരു ഇടയനായിരുന്നു. വൺസ് എ ഷെപ്പേർഡ്. ഹി വാസ് വൺസ് എ ഷെപ്പേർഡ്. അതുകൊണ്ട് ഒരു ഷെപ്പേർഡിൻ്റെ റോൾ എന്താണെന്ന് അവന് നല്ലവണ്ണം അറിയാം. തൻ്റെ ആട്ടിൻകൂട്ടത്തെ മുഴുവൻ ടേക്ക് കെയർ ചെയ്യുന്നത് ഇടയന്മാരാണ്. അവരെ സ്നേഹിക്കും, ഈ ആടുകളെ ഗൈഡ് ചെയ്യും, ഈ ആടുകളെ സംരക്ഷിക്കും. ആടുകൾ വളരെ ഇൻ്റലിജൻ്റായിട്ടുള്ള മൃഗങ്ങളാണ്. പക്ഷേ എപ്പോഴും അവർ ഇങ്ങനെ വാണ്ടർ ചെയ്യും, ഇങ്ങനെ അലഞ്ഞ് നടക്കും. അവർക്ക് പ്രൊട്ടക്ഷൻ ആവശ്യമാണ്, ഗൈഡൻസ് ആവശ്യമാണ്. എന്നാൽ പലപ്പോഴും അടുത്തത് എന്താണ് അവർക്ക് ആവശ്യമെന്ന് അവർക്കറിയാൻ മേല. ദാവീദിന് ഷെപ്പേർഡ്സും ആടുകളും തമ്മിലുള്ള ബന്ധം നല്ലവണ്ണം അറിയാമായിരുന്നു, ആ റിലേഷൻഷിപ്പ്. അതുകൊണ്ട് ഈ കോണ്ടെക്സ്റ്റിൽ ദൈവം ആരാണെന്ന് ഒരു സാദൃശ്യം കാണിക്കാൻ വേണ്ടി ദൈവത്തെ ഇടയനായിട്ട് ദാവീദ് ചിത്രീകരിച്ചിരിക്കുക. അവൻ്റെ സ്വന്തം എക്സ്പീരിയൻസും അവൻ്റെ പരിചയം ആടിനെ മേയ്ക്കുന്നതിൽ നിന്നും. ഡേവിഡ് രാജാവാകുന്നതിന് മുമ്പ് അവനൊരു ഷെപ്പേർഡായിരുന്നു. അതുകൊണ്ട് അവനിതെല്ലാം നന്നായിട്ട് പറയാനായിട്ട് പറ്റുന്നത്. പ്രൈസ് ഗോഡ്. ആ നല്ല ദൈവം ദാവീദിൽ കൂടി എത്ര സങ്കീർത്തനങ്ങൾ എഴുതിച്ചു. നമുക്ക് എത്ര നല്ല ബുദ്ധി ദാവീദ് ഉപദേശിച്ച് തന്നിട്ടുണ്ട്. ദൈവത്തിൻ്റെ ക്യാരക്ടർ നമുക്ക് മനസ്സിലാക്കണമെങ്കിൽ നമുക്ക് ദൈവസന്നിധിയിൽ താണിരുന്നു കൊണ്ട് തിരുവചന സത്യങ്ങൾ പഠിക്കണം. നമ്മുടെ റിയൽ ലൈഫ് സിറ്റുവേഷൻസിലെല്ലാം നമുക്ക് ആശ്രയിക്കാൻ പറ്റുന്ന ഒരൊറ്റ വ്യക്തിയേ ഉള്ളൂ, അത് യേശു കർത്താവാണ്. നമ്മൾ ബൈബിൾ നോക്കുവാണെങ്കിൽ ഒത്തിരി സാദൃശ്യങ്ങൾ, അനാലോജീസ് കാണാം. ടു ഗൈഡ് ദോസ് ഹു സ്ട്രഗിൾ വിത്ത് ഗ്രാസ്പിംഗ് ഗോഡ്സ് കൺസെപ്റ്റ് ആൻഡ് പവർ. ദൈവത്തിൻ്റെ ശക്തി നമുക്ക് മനസ്സിലാക്കാം. ഒരു ഇടയൻ്റെ ശക്തി മനസ്സിലാക്കിയാൽ ഒരാട് എങ്ങനെ ആ ഇടയനാൽ പ്രൊട്ടക്റ്റഡ് ആയിരിക്കുമോ അതുപോലെ ദൈവം ഒരു ഇടയനാണെങ്കിൽ നാം എങ്ങനെ പ്രൊട്ടക്റ്റഡ് ആകുമെന്നുള്ള ആ സാദൃശ്യം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ദൈവത്തിൻ്റെ നേച്ചർ നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. ദൈവത്തിൻ്റെ ആ നർച്ചറിങ് റോള്, ഹല്ലേലൂയ. ദൈവമക്കളെ, നമ്മളൊക്കെ പേരൻ്റാണല്ലോ. നമുക്ക് ഒരു റിയൽ ലൈഫ് കണക്ഷൻ നമുക്ക് നല്ലവണ്ണം അറിയാം. നമുക്കത് മനസ്സിലാക്കാനായിട്ട് പറ്റും. ഒരു ഇടയന് എങ്ങനെ തൻ്റെ ആടുകളെ മേയിക്കുന്നു എന്ന്, അല്ലേ? നമുക്കൊരു മകനുണ്ടെങ്കിൽ, ഒരു മകളുണ്ടെങ്കിൽ നമ്മൾ അവരെ സ്നേഹിക്കും, അവർക്ക് വേണ്ടതെല്ലാം പ്രൊവൈഡ് ചെയ്യും, അവർക്ക് ഗൈഡൻസ് കൊടുക്കും, നമ്മൾ അവരെ പ്രൊട്ടക്റ്റ് ചെയ്യും. അത് തന്നെ സ്വർഗത്തിലെ ദൈവവും എനിക്ക് വേണ്ടി ചെയ്യും
എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിന് വേണ്ടി ചെയ്യും, എൻ്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ചെയ്യും, എൻ്റെ കുടുംബത്തിന് വേണ്ടി ചെയ്യും, എൻ്റെ ഭവനത്തിന് വേണ്ടി ചെയ്യുമെന്ന് നമുക്ക് ഓരോരുത്തർക്കും വിശ്വസിക്കാമേ. രണ്ടാമത്തെ വാക്യത്തിനകത്ത് പറയുന്ന എന്തുവാ? പച്ചയായ പുൽപ്പുറങ്ങളിൽ അവനെ കിടത്തുന്നു, സ്വസ്ഥതയുള്ള വെള്ളത്തിനരികത്തേക്ക് എന്നെ നടത്തുന്നു. ഹല്ലേലൂയ. ദാവീദ് അക്സെപ്റ്റ് ചെയ്യുക ദൈവത്തിൻ്റെ ആ കമാൻഡ്. എന്തുവാ? നീ മിണ്ടാതിരിക്കുക, ലൈ ഡൗൺ ആൻഡ് ബി സ്റ്റിൽ. കാരണം ദൈവത്തിന് നമ്മെ എങ്ങനെ നടത്തണമെന്ന് അവനറിയാം. അതുകൊണ്ട് ദാവീദ് ആ ദൈവത്തിൽ വിശ്വസിക്കുന്നു. ദാവീദിൻ്റെ എബിലിറ്റി ഒന്നുമല്ല, പക്ഷേ ദൈവത്തിൻ്റെ എബിലിറ്റി തന്നെ ലീഡ് ചെയ്യുന്നതിൽ ദൈവം വെളിപ്പെടുത്തുന്നതുകൊണ്ട് തനിക്ക് തൻ്റെ ജീവിതത്തിൽ സ്വസ്ഥത കൈവരിക്കാനായിട്ട് ഇടയായിട്ടുണ്ട്. Our ability to link to the nature and character of God using real life examples we will understand will significantly impact our ability to rest in who He is. ആ ഷെപ്പേർഡിനെ നല്ലവണ്ണം നാം മനസ്സിലാക്കിയാൽ നമുക്ക് എങ്ങനെ അവനോട് റെസ്റ്റ് ചെയ്യാം എന്നുള്ളത് മനസ്സിലാക്കിയെടുക്കാൻ തക്കവണ്ണം നമുക്ക് പറ്റും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവമക്കളെ, ഒരു വാക്യം ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരട്ടെ. പുറപ്പാട് പുസ്തകം 14-ാം അധ്യായം 10-ാം വാക്യം. മിസ്രയീമ്യ അടിമത്തിൽ നിന്ന് ലക്ഷങ്ങൾ ജനങ്ങളെ മോശയുടെ നേതൃത്വത്തിൽ ദൈവം പുറത്തു കൊണ്ടുവരിക. 14-ാം അധ്യായത്തിൻ്റെ പുറപ്പാട് 14-ന്റെ 10-ാം വാക്യം ഇങ്ങനെ പറയുന്നു: ഫറവോൻ അടുത്ത് വരുമ്പോൾ ഇസ്രായേൽ മക്കൾ തല ഉയർത്തി മിസ്രയീമ്യർ പിന്നാലെ വരുന്നത് കണ്ടു. ഏറ്റവും ഭയപ്പെട്ടു. ഇസ്രായേൽ മക്കൾ യഹോവയോട് നിലവിളിച്ചു. സ്തോത്രം. മോശയുടെ നേതൃത്വത്തിലാണ് ഫറവോൻ്റെ അടിമത്തിൽ നിന്ന് അവർ പുറപ്പെട്ടു വരുന്നത്. മുമ്പിൽ ചെങ്കടലുണ്ട്, പക്ഷെ അവർക്കറിയത്തില്ല അവരുടെ മുമ്പിൽ എന്തൊക്കെ തടസ്സങ്ങളുണ്ടെന്ന് അറിയത്തില്ല. പക്ഷെങ്കിൽ ചെങ്കടൽക്കര വന്നപ്പോൾ പിന്നീട് അവർക്ക് പ്രോഗ്രസ് ചെയ്യാൻ പറ്റാതെ വന്നു. എന്നാൽ ഫറവോൻ്റെ കാഴ്ചപ്പാടിനെ ദൈവം മാറ്റുക. എന്നിട്ട് നമുക്കറിയാം അവൻ ചെങ്കടലിൽ വിഭാഗിച്ചത്. അവരുടെ യാത്ര ദൈവം ഉണ്ടാക്കി കൊടുത്ത പുതുവഴിയിൽ കൂടി അവരെ നടത്തിയത്. എന്നാൽ അതേ പാതയിൽ കൂടി നടന്നു വരുവാൻ നോക്കിയ മിസ്രയീമ്യ സൈന്യത്തെ ആ വെള്ളത്തിൽ താഴ്ത്തിയ ദൈവത്തിൻ്റെ ശക്തിയെ, ഫറവോന്യ ശക്തിയെ, മുക്കിക്കളഞ്ഞ ദൈവശക്തിയെ നല്ലവണ്ണം ജനത്തിന് മനസ്സിലാകുവാൻ തക്കവണ്ണം ഇടയായി. തടസ്സങ്ങളെയെല്ലാം ദൈവം മാറ്റിക്കൊടുത്തു. നമുക്കറിയാൻ മേലാത്തൊരു ജേണിയിൽ കൂടി നമ്മൾ പോകുമ്പോഴും എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട ദൈവപൈതലേ, അത് വളരെ ഇൻക്രെഡിബിളി ചലഞ്ചിങ് ആയിട്ട് നിനക്ക് തോന്നിയാലും ഞാൻ പറയട്ടെ, നീ ദൈവത്തിന് കീഴ്പ്പെട്ടിരിക്കുക. തന്നെയുമല്ല, നമ്മൾ ഡിസോറിയൻറ്റഡായിട്ട് കൺഫ്യൂസ്ഡായിട്ടുള്ള സിറ്റുവേഷൻസിൽ പതറിപ്പോകരുതേ. ദൈവം നമ്മളോട് എന്ത് പ്രോമിസ് ചെയ്തിട്ടുണ്ടോ അതവൻ തീർച്ചയായിട്ടും നമുക്ക് വേണ്ടി അവൻ ചെയ്തു തരും. അതുകൊണ്ടാണ് പറയുന്നത്, മിണ്ടാതിരുന്ന് ദൈവമെന്ന് അറിഞ്ഞുകൊള്ളു. പുറപ്പാട് പുസ്തകം 14-14 ഇങ്ങനെ പറയുന്നത്: യഹോവ നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യും, നിങ്ങൾ മിണ്ടാതിരിപ്പിനെന്ന് പറഞ്ഞു. യഹോവ എനിക്ക് നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യും കേട്ടോ. ഹല്ലേലൂയ. മോശ ഇസ്രായേൽ ജനത്തോട് പറഞ്ഞ് അവരെ ധൈര്യപ്പെടുത്തിയതാണ്. അവരെ പുതിയ വഴിയിൽ കൂടി കൊണ്ടുപോയി. വിശ്വാസത്തിൻ്റെ ക്രൈസിസ് ഒക്കെ നമ്മുടെ ജീവിതത്തിൽ വരും. ചിലപ്പോൾ ഫിസിക്കലി നാം സ്ട്രഗിൾ ചെയ്യേണ്ടി വരും. വഴി അടഞ്ഞുപോയി എന്ന് തോന്നും. ചില സമയങ്ങളിൽ ദൈവത്തിൻ്റെ ഗൈഡൻസിൽ നമുക്ക് കൂടുതൽ ഫെയ്ത്ത് വേണ്ടി വരും. ഭയത്തെ വലിച്ചെറിഞ്ഞ് കളയേണ്ടി വരും. എന്നാൽ നമ്മുടെ യാത്രയിൽ ദൈവത്തെ ഫോക്കസ് ചെയ്തുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മെ ആശിച്ച തുറമുഖത്ത് ദൈവം എത്തിക്കും. പ്രൈസ് ഗോഡ്. വെൽ റെസ്റ്റഡായിട്ട് ഗുഡ് സ്ലീപ്പൊക്കെ ലഭിച്ച് ഓരോ ദിവസവും ജീവിപ്പാൻ ഈ നല്ല ദൈവം, ആ ദൈവത്തിലൊന്ന് ആശ്രയിക്കുക. ദൈവത്തിൻ്റെ വചനം നമ്മെ പഠിപ്പിക്കുന്നത് അവൻ നമ്മെ പെർഫെക്റ്റ് പീസിൽ
കാക്കുമെന്ന്. പെർഫെക്റ്റായിട്ടുള്ള സമാധാനത്തിൽ നമ്മെ കാക്കും. പ്രൈസ് ഗോഡ്. അതിനുവേണ്ടി ഒന്ന് ഏൽപ്പിച്ച് കൊടുക്കുവാൻ മനസ്സുണ്ടോ? ഒന്ന് സറണ്ടർ ചെയ്ത് കൊടുക്കുവാൻ, നമ്മുടെ ഭയത്തെ ഒക്കെ ഒന്ന് ഈൽഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ദൈവം നമ്മുടെ മേൽ ചൊരിയുന്ന ആ ഒരു സ്വാധീനമുണ്ടല്ലോ, സകല ദുഷ്ടശക്തികളെയും എതിർത്ത് നിൽപ്പാൻ കൊണ്ട് നമ്മെ സഹായിക്കും. കണ്ണുകളടയ്ക്കാൻ പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗ്ഗീയ പിതാവേ, നല്ല സമയത്തിനായിട്ട് ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. നീ ഒരു നല്ല ഷെപ്പേർഡായി, നല്ല ഇടയനായി ഞങ്ങളെ വഴി നടത്തുന്ന കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. ദൈവത്തിൻ്റെ നാമത്തിൻ്റെ മഹത്വത്തിനു വേണ്ടി മിണ്ടാതിരിക്കേണ്ടടുത്ത് മിണ്ടാതിരുന്ന് ജീവിതത്തിൽ സ്വസ്ഥത പ്രാപിപ്പാൻ ഞങ്ങളെ സഹായിക്കണം. പ്രാർത്ഥന ഘടനകൾ സ്തോത്രം യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. പ്രൈസ് ലോർഡ്. ഗോഡ് ബ്ലെസ്.